ഇതിപ്പോൾ ഒരെണ്ണമുള്ള ഈ ഇലയ്ക്ക് ഇത്ര വെള്ളം ആവരുത്, കുറച്ച് വെള്ളം തിക്നെസ് വേണമായിരുന്നു. തിപ്പിച്ച് കൂടി, എന്നാലും മറ്റേതിനൊക്കെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഉപ്പ് ഇടട്ടെ. ഇതിന് നമ്മൾ എന്നാലേ ഇതിനൊരു ടേസ്റ്റ് വരുള്ളൂ. പിശുക്കി പിശുക്കി ഇടരുത്. അതേക്ക് പറഞ്ഞ ഇപ്പൊ മനസ്സിലാത്തില്ല, നമ്മളത് തേക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിന് വേണമെങ്കിൽ ഉപ്പോ മുളക് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഇതിനകത്ത് ചേർക്കാം. മുളക് പൊടി നല്ലപോലെ ഉണ്ടെങ്കിൽ ഇലയ്ക്ക് കൊള്ളുമ്പോൾ അത്ര എരിവൊന്നും മനസ്സിലാവത്തില്ല. ടേസ്റ്റ് വരണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയൊക്കെ വേണം. മുളക് പൊടിയും പുളിയും വേണം. ഉപ്പ് വേണമെന്ന് തോന്നുന്നല്ലേ ഇച്ചിരി കൂടെ. അപ്പോൾ ഇതൊരു പുതിയ പലഹാരം. ഇത് നമ്മൾ ഈ തേക്കുന്നതനുസരിച്ച് ഉപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം ഞാനിത് പറഞ്ഞു തരാം. ഇതിലെന്തൊക്കെയാണ് ഇപ്പം ചേർത്തേക്കണേ. തേങ്ങായും മുളകും മഞ്ഞളും ചീമപ്പുളിയില്ലേ, ആ ചീമപ്പുളിയും കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചേക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ പുഴുക്കലരിയും പച്ചരിയും കൂടെ സമാസമം ചേർത്ത് കുതിർത്ത് അരച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാനല്ല ഇവിടെ ചെയ്യണത്, ഇവിടുത്തെ ചേച്ചിയാണ് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണിത് കാണുന്നത്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരികയാണ്. ഇതെന്നിട്ട് നമ്മുടെ ചേമ്പിൻ്റെ ഇലയില്ലേ, അതിനകത്താണ് ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ട് അതിനകത്ത് കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ അത് മുന്നേ നിൽക്കണമെങ്കിൽ ഈ അപ്പത്തിന് ഒരു രുചി, അതിൻ്റെ ഇത് നമ്മൾ എത്രത്തോളം കൂടുതൽ നിൽക്കണോ അത്രത്തോളം നല്ലതാണെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ ഇലയെ പരത്തുന്നതൊക്കെ കാണാം. അപ്പം നമ്മൾ ആ ഇല കഴുകി എടുക്കുകയാണേ. കഴുകി കഴിഞ്ഞ ചേച്ചി അത് ഇതെല്ലാം ഒന്നിച്ച് അപ്പം ഇതാണ് ഇതിൻ്റെ ഇല കേട്ടോ. ഈ ഇലയാണ് ഇതിൻ്റെ. ഇലയുടെ പേരെന്ത്? ചേമ്പല. മടന്തയുടെ ചേമ്പല, അങ്ങനാണോ? മടന്ത ചേമ്പല. അങ്ങനെ പറഞ്ഞാൽ അറിയാമായിരിക്കും ചിലർക്ക്. മടന്ത ചേമ്പല, അതാണ്. ഈ ഇലയിലാണ് നമ്മൾ ആ കണ്ട അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് ഇത്. തോരനൊക്കെ വെക്കും. ഇന്നലെ ഇവിടെ ഇത് കറി വെച്ചായിരുന്നു. നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല സൂപ്പർ കറിയായിരുന്നു. നമ്മൾ മലയാളികൾ തോരനൊക്കെ വെക്കും, കറി വെച്ച് എനിക്ക് അറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കഴിച്ചു, നല്ലതായിരുന്നു കറി. അപ്പം ഇതിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ഇത് എത്ര അല്ല ചേച്ചി അങ്ങനെ ഒരുമിച്ച് വെച്ചത്? അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഒരു റോളാവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇളക്കിയാൽ ഇങ്ങനെ മടക്കുമ്പോഴേ ഏകദേശം ഒരു റോള് പോലെ ആവണം. ചെറിയ ചെറിയ റോളാവണ്ട. പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്യത്തില്ല, അതുപോലെ അങ്ങനെ റോളാവാൻ വേണ്ടിയിട്ടാണല്ലേ. അല്ലാതെ എണ്ണ ഒന്നും ഇത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചിലര് ഇത് ഇത്തിരി വലുതാക്കും, ചിലര് ഇത് ചെറുതാക്കും. ഇത് ചെറുതാണെങ്കിൽ പെട്ടെന്ന് വേവും, ഇത്തിരി വലുതായി പോയാൽ വേവാൻ ബുദ്ധിമുട്ടാണ്. കപ്പ
അത് മൂത്തത്. ഇതിപ്പോ ഒരു റോളിനുള്ള ആയില്ല. ഒരു റോളായില്ല അല്ലേ? ഇത് ഇരിക്കും തോറും കട്ടിയാവും ചേച്ചി. ഇത് മാവ് കട്ടിയാവും അല്ലേ? അപ്പൊ നമ്മള് വീണ്ടും വീണ്ടും വെള്ളം ചേർത്തോണ്ടേ ആവശ്യമുണ്ടെങ്കിൽ ചിലര് അതേ ആ കട്ടിയിൽ തന്നെ അങ്ങ് തേക്കും. പക്ഷെ അത് പിടിക്കണ്ട. ഇതിപ്പോ ഉണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പോ ശകലം ഒഴിച്ചു കൊടുത്താലേ പിടിക്കും. ഇല്ലെങ്കിൽ പിടിക്കാൻ അത് പ്രയാസമാണ്. അങ്ങനെ അങ്ങ് മടക്കുക അല്ലേ? മടക്കുകയല്ല, മടക്കിയിട്ട് അതിന്റെ പുറത്തും തേക്കും. ഓ ശരി ശരി. മാവ് അല്ലെങ്കിൽ പിന്നെ കൊള്ളത്തിലുണ്ടായിരുന്നു. നമ്മളിത് തേച്ചാലേ ഉള്ളല്ലോ. ഓ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കണം. ചിലർ ഇത് കെട്ടി വെക്കും. ഞാൻ കെട്ടി വെക്കത്തില്ല. ഇനി ഇത് അടപ്പേ വെക്കാനായിട്ട് നമ്മൾ ഇത് പുറത്തും കൂടി തേച്ചിട്ട് വെക്കണം. അടുപ്പേ വെക്കാൻ നേരം ഇതിന്റെ പുറത്തൊന്നുകൂടി തേക്കണം. അല്ലെങ്കിൽ ഇപ്പൊ തേച്ചാല് വെള്ളം ഊരി എല്ലാം അതുപോലെ എല്ലാം അതുപോലെ തേച്ച് ഇവിടെ വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് പിന്നെ നമ്മള് അടുപ്പേ വെക്കുന്നത്. അത് ഇഡ്ലി കൂട്ടത്തില് ഒരു വലിപ്പം അനുസരിച്ച് 4 or 5 വെച്ച് അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പറ്റത്തില്ല. അടുത്ത നമ്മൾ ചെയ്യാൻ പോവാണ്. അതന്നെയല്ലേ? അത് തന്നെ. പിന്നെ വീഡിയോ എടുക്കുക. അല്ല അത് അടുത്തത് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ 4 റോൾ അതുപോലെ ആക്കി. അടുത്ത റോളിന് വേണ്ടി വീണ്ടും വെക്കുകയാണ്. വെച്ചിട്ട് നമ്മൾ നടക്ക് വെക്കുമ്പോ അതുപോലെ റോളാക്കാൻ പറ്റും. അല്ലാതെ വെറുതെ ഓരോന്നാക്കിട്ട് വെച്ചാൽ ചിലര് ഒറ്റ ഇലയിൽ വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുരുട്ടും. അത് റോളാക്കാനും പറ്റത്തില്ല. എന്തോ പറയുന്നു മടക്കി അല്ലെങ്കിൽ പിന്നെ കെട്ടാനും ഒക്കെ നിക്കണം. ഇതിങ്ങനെ ആവുമ്പോ കെട്ടണ്ട. ചിലര് അത് കെട്ടി വെക്കാം അഴിഞ്ഞു പോകുന്നു. കുഞ്ഞു കുഞ്ഞു ഇല വരെ എടുക്കുന്നുണ്ട് ചേച്ചി അല്ലേ? കുഞ്ഞു ഇല വരെ കൊണ്ടുവന്നത് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ചിലര് വലുത് മാത്രം വെക്കുന്നു. ഇത് മെനക്കേടാന്ന്. ചെറുത് മെനക്കേടാ അല്ലേ? അതുകൊണ്ട് വലുത് മാത്രം ചിലര് വെച്ചിട്ട് പെട്ടെന്നാവും. ഇത് ചെറുതുള്ളതുകൊണ്ടാ ബുദ്ധിമുട്ട്. വലുതാണെങ്കിൽ ഒരു 5-6 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു റോളിനുള്ള ആവും. അപ്പൊ ഇതിന്റെ പേരാണ് മടന്തലപ്പം. അങ്ങനെയാണ്. നമുക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റായിട്ട് കാണുന്നതാണിത് സംഭവം. ഒരുപാട് വീഡിയോ ഉണ്ടല്ലേ? എനിക്കറിയത്തില്ല ചേച്ചി. ഞാനങ്ങനെ ഈ ബ്രാഹ്മിൻസിന്റെ ഇതില് വീഡിയോ എടുത്തതിന്റെ അതിനകത്ത് GSP എന്നുള്ളത് അടിച്ചാൽ അതിനകത്തൊക്കെ ഉണ്ട്. അടുത്തത് റെഡി ആയിട്ടുണ്ടേ.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അല്ലേ? അപ്പൊ ഞാൻ അരി ഇടും. തികഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് അരിയൊക്കെ എല്ലാം കൂടെ ജോയിന്റ് ചെയ്ത് കലക്കി അല്ലേ? മൊത്തം നല്ലോണം കട്ടിക്ക് അതിൽ ഇച്ചിരി വന്നു. ഇതിന്റെ പുറത്താണ് വെക്കുന്നത് അല്ലേ? അകത്തല്ല, പുറത്താ ചേച്ചി? അകത്തെങ്ങനെ വെക്കുന്നത്? പുറത്ത്. ആണോ? ഇങ്ങനെ തേക്കണം. ചിലർ വെറുതെ ഇച്ചിരി അങ്ങ് തേച്ച് വയ്ക്കും. ഞാൻ ഇച്ചിരി കൂടുതൽ തേക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഓരോന്ന് വെച്ചിട്ട് അതിന്റെ പുറത്താണ് തേക്കുന്നത് അല്ലേ? വേവിച്ചെടുക്കുമ്പോഴല്ലേ ഫൈനലാവും. അപ്പം ഇതിൻ്റെ പുറത്തെല്ലാം മാവ് തേച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന സാധനമാണ്. അപ്പം ഇതിൻ്റെ എല്ലാ ഫൈനൽ മാവ് തേപ്പിൻ്റെ ഫൈനലാണിത്. ഏതാണ്ട് ആ ചാക്കിൻ്റെ പുറത്ത് കയറി നിൽക്കും. അപ്പം നമ്മളിത് വേവിക്കാൻ ഇഡ്ഡലി പാത്രം അടുപ്പേ വെച്ചു, തീ കത്തിച്ചു, തട്ടൽ വെച്ചു. ഇരുട്ടായോണ്ട് കാണില്ല, അത്രയും കണ്ടാൽ മതി. ഇല വെച്ചിട്ടുണ്ട്, തട്ടിൻ്റെ മേളിൽ ഇല വെച്ചു. ഇരുട്ടായോണ്ട് അത്രയും കാണാൻ പറ്റുള്ളൂ. ഇപ്പം കാണാം. ഫ്ലാഷ് ഓണാക്കാതെ വീഡിയോ എടുത്ത്, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇപ്പം കാണാം. വാഴയിലാകുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ.
ഇപ്പം നമ്മൾ അടയ്ക്കുകയാണ് അല്ലേ ചേച്ചി? അടച്ചു. അപ്പം എത്ര മണിക്കൂറാണ് ചേച്ചി? രണ്ട് മണിക്കൂർ 2.5 മണിക്കൂറായി നല്ലപോലെ. അപ്പം 2.5 മണിക്കൂറാണ് ഇതിൻ്റെ വേവ്. ബാക്കി വീഡിയോ വെന്തതിന് ശേഷം ഇപ്പൊ 5 എണ്ണത്തിന് കാണും എന്റെ കട. ആരെങ്കിലും ഇതെന്താ ചേച്ചി, ഇതിന്റെ നാരല്ലേ? ഇതിന്റെ നാര് ഇവിടുന്ന് ഈ ചേമ്പിന്റെ ഒരു നാരുണ്ടല്ലോ, അത് ഇങ്ങനെ ഇവിടുന്ന് ചീകി കളയണം കേട്ടോ. ഇതിരുന്ന എന്താ ചൊറിയും അല്ലേ? ഈ നാര് മൊത്തം എടുക്കണം കേട്ടോ. അതേണ്ട ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടല്ലോ, ഈ നാര് ഇങ്ങനെ മൊത്തം ചീകി കളയണം. ഇവിടുന്ന് എല്ലാം വലിയ കട്ടിക്കുള്ള നാരെല്ലാം ചീകി കളഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ വെച്ച് അപ്പം ഉണ്ടാക്കി ആൾക്കാർ ചൊറിച്ചിലെടുത്തിട്ട് നമ്മൾ പറയാനുള്ള പറഞ്ഞു. ഈ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ സാധനം തുറന്നിട്ടുണ്ടേ. പിച്ചാത്തിക്കല്ല ചിന്തിക്കണം ഇങ്ങനല്ലേ? ഇതിപ്പം ഇങ്ങനെ നമുക്ക് കഷ്ണമായിട്ട് എടുക്കണം. ഓരോ കഷ്ണമായിട്ട് എണ്ണയ്ക്കകത്ത് മുക്കി കഴിക്കണം. ഇതാണ് ഇതിന്റെ ലാസ്റ്റ്. ചിലരുടെ ഇതൊക്കെ ഇളകി പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അരിവ് എടുക്കാനൊക്കെ. അതുപോലെ റോള് അതങ്ങ് പോവോ അല്ലേ ചിലപ്പോ? എണ്ണയ്ക്കകത്ത് മുക്കിയാണ് കഴിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ മടന്ത. അപ്പാണ് ഇതാണ് ചേമ്പ് ഇല അട കേട്ടോ. ഭയങ്കര സൂപ്പറാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓരോ റോളായിട്ടാണ് നമ്മളിവിടെ കണ്ടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. അപ്പം ഞാനിത് കഴിക്കാൻ പോവുകയാണേ. ഇത് ഇങ്ങനെ എണ്ണയിൽ മുക്കി വേണം കഴിക്കാനേ. കണ്ടോ, എണ്ണയിൽ മുക്കി എടുക്കണം, എന്നിട്ടാണ് കഴിക്കാൻ, ചുമ്മാതല്ല. സൂപ്പറാണ്. അതേ ഇങ്ങനെ എണ്ണയിൽ മുക്കി വേണം ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ആര് കഴിക്കാനാ? അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭയങ്കരമായിട്ട് സൂപ്പറാണ്. നല്ല രുചിയുണ്ട്. ചേമ്പല എട അതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.